സാറേ പേരെന്ന് പറഞ്ഞേക്കാം. എൻ്റെ പേര് പി ടി തോമസ്. എവിടുന്നാണ് വരുന്നത്? ഞാൻ എംപയർ റീജിയൻ്റെ RVP ആണ്, ന്യൂയോർക്ക് എംപയർ റീജിയൻ. ഓക്കെ. നാട്ടിലെ കീക്കൊഴൂർ എന്ന് പറയും, റാന്നിക്കും കോഴഞ്ചേരിക്കും ഇടയ്ക്ക്. എത്ര വർഷമാണ് അമേരിക്കയിലായിട്ട്? അമേരിക്കയിലായിട്ട് എത്ര വർഷമായി? ഞാൻ 45 കൊല്ലമായി. ഏത് ലൈൻ ഓഫ് വർക്കായിരുന്നു സാറ്? എനിക്ക് 2 ഫീൽഡുണ്ട്. ഒന്ന് സോഷ്യൽ വർക്ക്, ഒന്ന് ടാക്സ് പ്രിപ്പറേഷൻ. ഞാൻ 43 കൊല്ലമായിട്ട് ടാക്സ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. നാളെ ഞാനിവിടെ ടാക്സ് പ്രിപ്പറേഷനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. എത്ര മണിക്കാണ്? 2:30 2:30 സാഹിത്യ സമ്മേളനം കഴിഞ്ഞാലുടനെ. താങ്ക് യു. എന്തെങ്കിലും ഈ ഫോമ കൺവെൻഷനിൽ ആസ് എ റെഗുലർ ഡെലിഗേറ്റ് ആണോ അതോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എംപയർ റീജിയൻ്റെ RVP ആണ്. ഞാൻ റീജിയൽ വൈസ് പ്രസിഡൻ്റാണ് ഫോമയുടെ. ഫോമയ്ക്ക് 13 റീജിയനാണ് ഉള്ളത്. അതിൽ ഒരു റീജിയൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഞാൻ, RVP ആയിട്ട്. ഈ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് സമയമൊക്കെ കണ്ടെത്തുന്നത്? അത് ഞാൻ പണ്ട് മുതലേ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസിൽ ഒത്തിരി ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഞാൻ പല ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. റോക്ക്ലാൻഡിൽ ന്യൂയോർക്ക് സ്റ്റേറ്റിലെ ഏറ്റവും വലിയ എംപ്ലോയി യൂണിയൻസായ CSCയുടെ പ്രസിഡൻ്റായിരുന്നു 8 കൊല്ലം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പണ്ട് രാമാപ്പൂവും ഞങ്ങൾ താമസിക്കുന്ന ടൗണും ഇന്ത്യയും തമ്മിൽ, കേരളവും തമ്മിൽ രാമാപ്പൂ തിരുവല്ല സഹോദരി നഗര ബന്ധം എന്ന് പറയുന്ന ഒരു പരിപാടികൾ ഓർഗനൈസ് ചെയ്തായിരുന്നു. ഇവിടുന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടാകും. ഇതൊക്കെ അന്നൊന്നും ചിന്തിക്കാൻ പോലും ഒക്കാത്ത. ഇവിടുന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്ങോട്ട് പോകുമായിരുന്നു, അവിടുന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. സ്റ്റഡി എക്സ്ചേഞ്ചസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ പല കമ്മ്യൂണിറ്റി വർക്കിൽ ചെയ്തിട്ടുണ്ട്. സാർ അമേരിക്ക വന്നതിൽ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു സംഗതി ഏതായിരുന്നു? ഏറ്റവും ജോബായിരുന്നു അതോ? അല്ലല്ല, ജോബൊക്കെ ഏറ്റവും പ്രയാസപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ മരിച്ചു പോയി. അതാണ് ലീലാമ്മ മേരിക്കുട്ടി തോമസ് എന്ന് പറയും. ഷി വാസ് ഓൾസോ വെരി ആക്റ്റീവ്. പക്ഷെങ്കിൽ 2020 ക്യാൻസർ ആയിരുന്നു. അതാണ് ജീവിതത്തിലെ ഏറ്റവും പ്രയാസപ്പെട്ട വിഷയം. സോറി ടു ഹിയർ ദാറ്റ്. താങ്ക് യു സർ. താങ്ക് യു ഫോർ. ഞാനൊരു ലോക്കൽ ചാനലുണ്ട്, ഹ്യൂസ്റ്റൺ വോയിസ് യൂട്യൂബ് ചാനൽ. ഫോമയുടെ ഒരു വീഡിയോ എടുക്കുകയല്ല, ആൾക്കാരെ പരിചയപ്പെടുത്താനും. എൻ്റെ പേര് സെനി, SNNY. ശനിയല്ല സെനി. എനിക്കൊരു ബ്രദർ സണ്ണിയുണ്ട്, ഞാൻ സെന്നി. പിന്നെ ഫാമിലിയെല്ലാം നാട്ടിൽ കറുകച്ചാലാണ്. എവിടെയായിരുന്നു നാട്ടിൽ സാറിൻ്റെ വീട്? കേട്ടിട്ടുണ്ട്. ഓക്കെ. Hello, can you just tell your name? My name is Liz. And how you are connected with FOMA? Mr. Baby, the former president, he asked me to come and help out this weekend to make sure that all the guests were getting into the right place, and so I'm here happy to help. Baby Manakundan? Yes. How you are connected with Baby? I was his son's wedding planner. Oh, okay. That's so nice. Yeah. So you live in Houston? I live in Houston. So what is your wedding site name? It's Inspired Events by Liz. How is it? Inspired Events. Inspired Events. So I specialize in Christian Malayali weddings. Oh, okay. So you know some Hindi songs or Malayalam songs? No. Someone song? I can speak Malayalam. Tell us. എന്ത് പറയണം? അത് മതി. You born where? I was നാട്ടിലാണ് ജനിച്ചത്. You are an Indian. പക്ഷെ ഞാൻ US വന്നത് 11 months old. Oh, got it. ഇവിടെ വളർന്നത്. So what's your parents do? My parents are retired. Okay. How you landed in wedding? I always had a passion for event planning, and so just background is healthcare, but I took a risk and did it, and it's been a blessing. Very busy. So a lot of marriage happening. Lots, back to back. Ee oru weekend free orlarundu. And then Mr. Baby got me. Thank you. Yeah, that's nice. Okay, uncle. Nice Yeah. സാറേ പേരെന്ന് പറഞ്ഞേക്കോ? എൻ്റെ പേര് ജോഷി. നാട് അങ്കമാലി മഞ്ഞപ്ര. എത്ര വർഷമായി എവിടെ? ഈ സ്റ്റേറ്റിൽ? കാലിഫോർണിയ. അവിടെ ഞാൻ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യണം. ഹൈസ്കൂൾ? അല്ല, അവിടെ ഞാൻ ഇതായിട്ടാണ്. പിന്നെ ഓക്കെ. താങ്ക് യു.
Hello, can you just tell your name? Mall Matthew Kiragaya. On where? I'm from Miami. Miami, Ah. Florida. അതെ. So, how you are connected with FOMA? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത്തവണ ഞാൻ Let's see. ഞങ്ങളുടെ സൺഷൈൻ റീജിയൻ്റെ നാഷണൽ കമ്മിറ്റി മെമ്പറായിട്ട് മത്സരിക്കുന്നുമുണ്ട്. Oh, okay. അപ്പോൾ എന്തായാലും വരണം. എനിക്കിഷ്ടമായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇഷ്ടമായിരുന്നു, ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. നാട്ടില് കോട്ടയത്ത് അതിരമ്പുഴ. കോട്ടയം എവിടെ? അതിരമ്പുഴ. ഏത് കോളേജിലായിരുന്നു? കെ കോളേജ് മാന്നാനം. എത്ര വർഷം പഠിച്ചോട്ടെ? കെ കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചു. കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നഴ്സിങ്ങിന് പോയി. ബാംഗ്ലൂർ അംബേദ്കർ മെഡിക്കൽ കോളേജിൽ. ജോലി ഇഷ്ടമാണോ? അമേരിക്കയിൽ ഞാൻ ഫാം ടൂറിസ്റ്റാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഫാം ടൂറിസ്റ്റാണ് ഇപ്പോൾ ചെയ്യുന്നത് മയാമിയിൽ. ഫാമിൽ ആൾക്കാർ കാണാൻ വരുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു. എന്താണ് അവർ കാണാൻ വരുന്നത്? മലയാളീസാണ് കൂടുതലും വരുന്നത്. ഫാം കാണാൻ ഒത്തിരി പേർക്ക് ഇഷ്ടമല്ലേ? കൃഷി എല്ലാവർക്കും ഇഷ്ടമാണ്. നൊസ്റ്റാൾജിക് ഫീലിംഗ്. ആൻറ്റിയുടെ ലോറാൻറ്റി എന്ന് പറഞ്ഞ ആൾക്കാർ പുള്ളിക്കാരി അവിടെ അടുത്താണ്. എൻ്റെത് മോൾ മാസ്റ്റർ. ഞാനും എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾ ചെയ്യുന്നത്. അവിടെ എന്താ കാണാനുള്ളത്? അവിടെ കുറേ മൃഗങ്ങളുണ്ട്, ഞങ്ങളുണ്ട്, മനുഷ്യരുണ്ട്, കുറേ പ്ലാന്റ്സും ട്രീസുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്, നഴ്സറി ഉണ്ട്, പിന്നെ നൊസ്റ്റാൾജിക് ഫുഡുണ്ട്, പൊതിച്ചോറ്, അങ്ങനെയുള്ള സാധനം വരുന്നവർക്ക് ഫാം ടൂറിസ്റ്റിൻ്റെ ഭാഗമായിട്ട്. എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? കണക്ട് ചെയ്യാൻ ഞങ്ങൾ ആരെങ്കിലും ഹ്യൂസ്റ്റണിൽ നിന്ന് വന്നാൽ എന്ത് ചെയ്യണം? ഒത്തിരി പേര് വരുന്നുണ്ട്. എന്നെ വിളിക്കുക. എൻ്റെ നമ്പർ 954-895-1274. ഹ്യൂസ്റ്റണിലൊക്കെ ഒത്തിരി പേരൊക്കെ വരാറുള്ളൂ. ഒത്തിരി പേരൊക്കെ അറിയാം. ഫേസ്ബുക്കിൽ മോൾ മാത്യു നോക്കിയാൽ മിക്കവാറും ഞാൻ പോസ്റ്റ് ചെയ്യാം. MOL മാത്യു. മോൾ മാത്യു എന്ന് വെച്ചാൽ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ മിക്കാറല്ലേ. പിന്നെ ഒരുവിധം അത്യാവശ്യം പേരോട് ചോദിച്ചാൽ എൻ്റെ ഹസ്ബൻഡിനൊക്കെ ഫോൺ നമ്പറൊക്കെ അറിയാം. അപ്പോൾ ഔട്ട്സൈഡേഴ്സിനെ എല്ലാം ഇവിടുന്നൊക്കെ നിങ്ങൾ ട്രാവൽ പ്ലാൻ ചെയ്യുമ്പോൾ ഇല്ല, ആൾക്കാർ നമ്മളെ വിളിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് വഴി വരുന്നവർ മാത്രമേ ഉള്ളൂ നമ്മൾ വരാൻ സമ്മതിക്കത്തുള്ളൂ. താങ്ക് യു. സിബ്ലിങ്സ് ഒക്കെ ഇവിടെ ഉണ്ടോ അമേരിക്കയിലെ? ഇല്ല, എൻ്റെ രണ്ട് സഹോദരങ്ങൾ ഓസ്ട്രേലിയയിലാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ആൾക്കാരെല്ലാം തന്നെ അമേരിക്കയിൽ ചിക്കാഗോയിലുണ്ട്. സഹോദരങ്ങളെല്ലാവരും ഉണ്ട്. ഹസ്ബൻഡിന് ഈ ഫാം ടൂർ തന്നെയാണോ? ഹസ്ബൻഡിന് ബിസിനസ് ഉണ്ട്. ഫാമിലി ഞങ്ങൾ മിക്കവാറും കാണും. പുള്ളിക്കാണ് ഈ ഫാമും ഫാം ടൂറിസം കൂടുതൽ ഇഷ്ടം. കൃഷിയോടൊക്കെ കൂടുതൽ താല്പര്യം. എന്തോ ഇതൊരു പ്രോമിസിങ് ജോബാണോ? കൃഷി മാത്രം ചെയ്തുകൊണ്ട് ജീവിതം നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടല്ലേ ഞങ്ങളത് ബിസിനസ്സാക്കി. അതുപോലെ പല കാര്യങ്ങൾ ചെയ്യുമ്പം അത് ചെയ്യാം. പിന്നെ നമുക്ക് ഒരുപാട് വീടിനൊക്കെ അടവൊക്കെ ഉണ്ടെങ്കിൽ കൃഷി മാത്രം ചെയ്തുകൊണ്ടൊന്നും നടക്കുകയല്ല. വേറെ ബിസിനസ്സും ചെയ്യണം ആ കൂട്ടത്തിൽ. ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ടോ? ഉണ്ട്, കുറേയൊക്കെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. മാമ പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് അമ്മിണി വർഗീസ്. എവിടെയാ നാട്ടില്? നാട്ടിൽ ഞാൻ എറണാകുളത്താണ്. എവിടെ എറണാകുളം? തേവലക്കര. ഓക്കെ. അത് ഏത് റൂട്ട്? ആലുവ റൂട്ടാണോ? അല്ല, ആലുവയ്ക്ക് പോകുന്ന വഴിക്കാണോ? ഓ അല്ല, ചാലക്കുടി കൊല്ലത്തിലെടുത്ത. കൊല്ലം. ഓ, ഇപ്പോൾ എറണാകുളം എന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങളവിടെ ഒരു 10-20. തേവലക്കര, മാവേലിക്കരയ്ക്ക് അപ്പുറം തേവലക്കര. ഓക്കെ. ആദ്യമേ ഞങ്ങളുടെ വീട് അവിടെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ എറണാകുളത്ത് താമസിക്കുക. അമേരിക്കയിലായിട്ട് എത്ര വർഷമായി? അമേരിക്കയിലായിട്ട് ഇപ്പം ഞാനിപ്പം 75 ഇയേഴ്സ് വയസ്സായി. അമേരിക്കയിലായിട്ട് അതാ പറഞ്ഞേ. 75 വർഷമായിട്ട് അമേരിക്കയിലോ? അതെങ്ങനെയാ സംഭവിച്ചത്? അവിടുന്ന് നേഴ്സിംഗ് പഠിച്ച് പാസ്സായി ഇവിടെ വന്ന്. ഓക്കെ, താങ്ക് യു. ആണോ? പേരെന്ന് പറയാം? ഞാൻ ആദർശ്. മിനി നായർ. എവിടുന്നാ വരുന്നത്? ഞാൻ നാഷ്വിൽ ടെന്നസി. നിങ്ങൾ ഫ്രണ്ട്സാണോ? പിന്നെ ഒരുപാട് വർഷത്തെ ഫ്രണ്ട്സ്. എവിടെ പരിചയപ്പെട്ടു? പരിചയമോ? ഞങ്ങളിങ്ങനെ ഒത്തിരി പരിചയം, ഒരുപാട്. അമേരിക്ക വരുന്നതിന് മുമ്പ്
അമേരിക്ക വന്നതിന് ശേഷം ഞാൻ വന്നിട്ട് 22 വർഷമായി. അപ്പൊ പിന്നെ ഒരുപാട് മിനിയെ അറിയാത്തതായിട്ട് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. മിനി അവിടുത്തെ കോൺസുലേറ്റിൽ ജോലി ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും പൊതുവെ കേരള ഇന്ത്യൻ കോൺസുലേറ്റിലോ? ഇന്ത്യൻ കോൺസുലേറ്റ്. നാട്ടിൽ നിന്ന് ഒന്നാണ്. അല്ലല്ല, ഇവിടെ നിന്ന് തന്നെയാണ്. 9 വർഷമായി ജോലിയാണ്. അപ്പോൾ ഇവിടുത്തെ മലയാളികൾക്കും ഇന്ത്യക്കാർക്കും എല്ലാം വളരെ സഹായമാണ്. ഏത് കോൺസുലേറ്റ്? അറ്റ്ലാന്റ. അറ്റ്ലാന്റയുടെ അണ്ടറിലാണോ? ഏതൊക്കെ സ്റ്റേറ്റ്? ടെന്നസി. വെസ്റ്റേണിൽ കോൺസുലേറ്റ് ഉണ്ടല്ലോ. ഹ്യൂസ്റ്റണിലാണ് അറ്റ്ലാന്റ മാറിപ്പോയത്. ഓ ഓക്കെ. പേരൊന്ന് പറഞ്ഞു വിട്ടേരെ. ജോയൻ സാമുവൽ റിസപ്ഷൻ്റെ ചെയറാണ്. ഫോമയുടെ തുടക്കം മുതൽ ഇവിടെ ഉള്ള ആളാണ്. അന്നത്തെ രജിസ്ട്രേഷൻ ചെയറായിരുന്നു. ഇങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെയും ഫോമയോടൊപ്പം എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ വന്നതിലുള്ള എക്സൈറ്റ്മെൻറ്റിൽ ഇന്ന് കഴിയുന്നു. കൺവെൻഷനെല്ലാം ഭംഗിയായി നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം ഭംഗിയായി നടക്കുമെന്നുള്ള പ്രതീക്ഷയോടെ മുന്നോട്ടുള്ള നോട്ടത്തോടെ ഇരിക്കുന്നു. താങ്ക് യു. കണ്ടില്ല, ഇവിടെ ഇരുന്ന് കാണുമായിരിക്കും. എൻ്റെ പേര് ജിനോ. ഞങ്ങൾ ഫ്ലോറിഡയിൽ നിന്ന് ടാമ്പയിൽ നിന്ന് വരുവാണ്. കൺവെൻഷൻ കൂടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നാട്ടിൽ മല്ലപ്പള്ളി എഴുമറ്റൂർ എന്ന് പറയും. താങ്ക് യു. അമേരിക്കയിലായിട്ട് എത്ര വർഷമായി? അമേരിക്കയിലായിട്ട് ഇപ്പം 20 വർഷം. ജിനോ വർഗീസ്. എൻ്റെ പേര് അമ്പിളി സജിമോൻ. അറ്റ്ലാന്റയിലാണ്. അമേരിക്കയിലായിട്ടൊരു 15 വർഷം. ഞാൻ ഫോമ കൂടി അടിച്ചു പൊളിക്കാൻ വന്നതാണ്. അറ്റ്ലാന്റയിൽ നിന്ന് വന്നിരിക്കുന്നത്. എന്താ പഠിച്ചതൊക്കെ? ഞാൻ ബേസിക്കലി ആറിനാണ് നേഴ്സിംഗ്. ഇവിടെ ഏത് കോളേജിലും? ഞാൻ ഹൈദരാബാദ്. നാട്ടിലെ സ്ഥലം? നാട്ടിൽ കോട്ടയം പുതുപ്പള്ളി, ഉമ്മൻചാണ്ടിയുടെ നാട്. പറഞ്ഞോ, പേരെന്ന് പറഞ്ഞു. എൻ്റെ പേര് ബൈജു ആൻ്റണി, കാലിഫോർണിയ സാക്രമെൻ്റോ എന്ന് വരുന്നു. നാട്ടിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ തിരുമുറ്റത്താണ് വീട്. തൊട്ട് പഠിക്കുകയാണ് എൻ്റെ വീട്. തൊട്ട് പഠിക്കുകയാണ്. അതിൻ്റെ ഒരു 10 മിനിറ്റ്സ് ഉള്ളൂ, അത്രയേ ഉള്ളൂ. അവിടെ ബിസിനസ് ഉണ്ടായിരുന്നു, ഇപ്പം നിർത്തി. പിന്നെ ഫാദർ മദർ മാത്രമേ ഉള്ളൂ നാട്ടിൽ. എയർപോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ ഹോൾഡറാണ് അവിടുത്തെ. ഞങ്ങളുടെ നാട്ടുകാരൊക്കെ വന്ന് അവിടെ 10 സെൻറ്റ് 5 സെൻറ്റ് ഒക്കെ മേടിച്ച് അവിടെ നമുക്ക് ഭൂമിയൊക്കെ അവിടെ സ്ഥലങ്ങൾ കിട്ടുന്നുണ്ട്. എയർപോർട്ട് പഠിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പാരമ്പര്യമായിട്ട് സ്ഥലങ്ങളുണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് 20 വർഷമായി. ഫോമയായിട്ട് വലിയ ബന്ധുവങ്ങളാണ്. അതുകൊണ്ട് ഞാൻ കാലിഫോർണിയ. ഞാൻ ഒരു 12 മണിക്കൂടെ വന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ചൂടുണ്ടോ അവിടെ? ചൂടും ഇല്ല, ഇപ്പം നല്ല ക്ലൈമറ്റ് ആണ്. താങ്ക് യു. ഹലോ ചേച്ചി, പേരെന്ന് പറയാമോ? ബീന കണ്ണുക്കാട്. നാട്ടില് ചാലക്കുടി. ഫോമയിലായിട്ട് എത്ര വർഷമായി? ഫോമ ആരംഭിച്ച മുതൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഞാനും എൻ്റെ ഹസ്ബൻഡ്. പൊസിഷൻ ഉണ്ടോ? എൻ്റെ ഹസ്ബൻഡ് അടുത്ത വർഷത്തേക്കുള്ള 2 വർഷത്തേക്കുള്ള ജോയിൻറ്റ് ട്രഷറായിട്ട് മത്സരിക്കുന്നു. എന്താ നാട്ടിൽ പഠിച്ചതൊക്കെ? ഞാൻ നാട്ടിൽ നഴ്സിംഗ് കഴിഞ്ഞ് ഇവിടെ വന്ന് 34 ഇയേഴ്സായിട്ട് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എവിടെ പഠിച്ചത്? ഞാൻ തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ. കോളേജ് മാള കാർമൽ കോളേജ്. മക്കള് 3 പേര്. 3 പേരുടെയും വിവാഹം കഴിഞ്ഞു. എല്ലാവരും ഞാൻ ഷിക്കാഗോയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അവിടെ എല്ലാവരും സെറ്റിൽഡായി. 3 പേരുടെയും കല്യാണം കഴിഞ്ഞു. അവർ 3 പേരും ഫോമ ആരംഭിച്ച കാലങ്ങളിലെ കലാപ്രതിഭയും മത്സരങ്ങളിലൊക്കെയും എല്ലാ കൾച്ചറൽ ഇതിനൊക്കെയും പങ്കെടുത്തിട്ടുള്ളവരാണ്. സീറോ മലബാർ. കൺവെൻഷൻ കാണുന്നതല്ലേ? കൺവെൻഷൻ. ഞാൻ SB കോളേജിന്റെ അലുമിനൈക്ക് വന്നിരുന്നു. ഓക്കെ. എന്താ ചേട്ടാ പറഞ്ഞേ? എന്താ ചേട്ടാ ഇത് നമ്മുടെ ഒരു ലോക്കൽ ചാനലാണ്. ഓക്കെ, ഹ്യൂസ്റ്റൺ വോയിസ്. ഓക്കെ, പേര് പറഞ്ഞു. ഒരു സെക്കൻഡ്. ഞാൻ പറയുന്നുണ്ട്. ആൻറ്റി ഒന്ന് കണ്ടിട്ട് ഒറ്റ സെക്കൻഡ്. പ്രസിഡന്റായിരുന്ന ബാബുച്ചായന്റെ ഭാര്യ
എവിടുന്നാ വന്നേ? സിയാറ്റിൽ. ഓ ഓക്കെ. എന്താ പ്രൊഫഷനൊക്കെ ഒന്ന് പറയാമോ? ജോലിയൊക്കെ ചെയ്യുന്നുണ്ടോ? ഹലോ, എൻ്റെ പേര് കുസുമൻ ടൈറ്റസ്. ഞങ്ങൾ സിയാറ്റിലിൽ നിന്നാണ്. ഫോമായിക്ക് എല്ലാ വർഷവും എല്ലായിടവും വരുന്നതാണ്. ഹോപ്പ് വി ആർ ഗോയിങ് ടു ഹാവ് എ ഗുഡ് ടൈം. താങ്ക് യു എവരിബഡി. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ്. നാട്ടിലെവിടെയാന്ന് പറയും? നാട്ടിൽ പത്തനംതിട്ട. പത്തനംതിട്ട ഓമല്ലൂർ പത്തനംതിട്ട. പേര് പറഞ്ഞിട്ട് പോവാ. പേരൊന്ന് പറഞ്ഞിട്ട് പോവാ. ജിസി തോമസ്. എവിടുന്നാ വരുന്നത്? ലാസ് വേഗസ്. ലാസ് വേഗസ്. എത്ര വർഷമായി വേഗസില്? വേഗസിൽ 23 years. എന്താണ് പ്രൊഫഷൻ? നേഴ്സ് പ്രാക്ടീഷണർ. ഈ ഫോമായിട്ടുള്ള ബന്ധം? ഫോമയായിട്ടുള്ള ബന്ധം 2010 മുതൽ ഫോമയായിട്ട് പ്രോഗ്രാമിലെല്ലാം വരാറുണ്ട്. താങ്ക് യു. താങ്ക് യു. ജോർജ് പേര് ഓർമ്മക്കുറവ് എന്താ പഠിക്കാനോ? എൻ്റെ പേര് ഇതാണ്. നാട് ഇതാണ്. അമേരിക്കയിൽ ഇന്ന സ്റ്റേറ്റിൽ നിന്നാണ്. എൻ്റെ പേര് ബെഞ്ചമിൻ ജോർജ്. എൻ്റെ നാട് ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റ എന്ന സ്ഥലമാണ്. ഇവിടെ ഞാൻ ന്യൂയോർക്കിലാണ് താമസിക്കുന്നത്. ന്യൂ ഹൈ പാർക്കിലാണ്. ഇവിടെ അടുത്ത ചോദ്യം എന്താ? ന്യൂയോർക്കിൽ എത്ര വർഷമായി? ന്യൂയോർക്കിൽ 40 വർഷത്തിൽ കൂടുതലായി. എന്താ ലൈൻ ഓഫ്? ഞാൻ കസ്റ്റമർ സർവീസിൽ വർക്ക് ചെയ്യുന്നു എയർപോർട്ടിൽ. ഫോമയെക്കുറിച്ച് ഇപ്പം 12 പേരും എൻ്റെ സഹോദരങ്ങളാണ്. സഹോദരനും സഹോദരിമാരും 12 പേര്. എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു 12 പേർക്കും ഞാൻ ചെയ്തു. 12 പേരും ജയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു സാർ.